സ്കൂളിൽ ഇപ്പോൾ ബാക്കിയായ ആസ്ന ടീച്ചർക്കൊപ്പം തന്നെ ബാക്കിയായതാണ് സ്കൂളിലെ പ്യൂൺ കൂടിയായ ഗോപാലൻ ചേട്ടൻ. അത് 23 വർഷമായി ആ സ്കൂളിൽ ജോലി ചെയ്യുന്നതാണ്. ആ അധ്യാപകരുമായി, മരണപ്പെട്ട അധ്യാപകരുമായി വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും ഒക്കെ വലിയ സ്കൂളിന് വേണ്ടി പലതും ചെയ്യാൻ ബാക്കി വെച്ചാണ്. സ്കൂളിന് വേണ്ടി പലതും ചെയ്യുന്ന എച്ചമ്മാണ്. എല്ലാം ഉഷാർ പ്രവർത്തിക്കുന്ന ടീച്ചർ എച്ചമ്മാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉഷാറാണ്. പലതും ചെയ്യാൻ ബാക്കിയായിട്ട് ഇരിക്കുകയാണ്. ചെയ്തു തന്നെ ബാക്കിയാവാണ്ട് ഇനി കുട്ടികൾക്കുള്ള കളിസ്ഥലത്തിൻ്റെ പാർക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പടവുകളും കാര്യങ്ങളും നടത്താമെന്ന് അടുത്ത ദിവസം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് എം പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചത്. ഈ യാത്രക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്രയ്ക്ക് പോകാൻ എന്നെ ക്ഷണിച്ചിരുന്നു, എൻ്റെ വൈഫിനും ക്ഷണിച്ചിരുന്നു. നമ്മൾ കുടുംബം പോയിട്ട് വരാം, പോരുമെന്നൊക്കെ എന്നോട് വളരെയധികം പറഞ്ഞതാണ്. അപ്പോൾ ഞാനതിന് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഒഴിഞ്ഞതാണ്. സാറേ പിന്നൊരവസരത്തിൽ നമുക്ക് പോവാം, അപ്പോൾ സാറന്മാർ പോയിട്ട് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ അധ്യാപകരും സ്റ്റാഫൊക്കെ തമ്മിൽ ഭയങ്കര ഐക്യവും. വളരെ ഐക്യം, ഞങ്ങളൊരു കുടുംബത്തെ പോലെ ഐക്യമാണ്. ഒരു കുടുംബം ഇങ്ങനെയുണ്ട്. യാത്രകളൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇന്നിൻ്റെ വകയെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകാറുണ്ട്. 6 മാസം മുമ്പ് ഒരു യാത്ര ഊട്ടിക്ക് ഞങ്ങൾ പോയിരുന്നു. അത് അച്ഛമ്മമാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഈ അച്ഛമ്മന്നല്ല, എല്ലാ അച്ഛമ്മമാരും ഞാൻ കയറിയ മുതൽ 2003 കയറിയ മുതലുള്ള അച്ഛന്മാരെല്ലാം മാറി വരുന്ന എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ എല്ലാം നല്ല സഹകരണത്തോടുകൂടി കുട്ടികളോടൊക്കെ വളരെ നീറ്റായിട്ട് പെരുമാറുന്നതും എല്ലാ കാര്യങ്ങളും. അത് ഈ മജീദ് മാഷേനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുട്ടികൾ, അതിലേക്ക് കണ്ണു കാണാൻ വയ്യാന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാ മജീദ് മാഷ് ഒരു 8 കൊല്ലമായി കാണും തോന്നുന്നു. ആ കുട്ടികൾക്ക് ഭയങ്കര അടുപ്പം, അയാളെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പഠിത്തത്തിലൊക്കെ വളരെ ഇഷ്ടമാണ്. മാഷ തോൾ കയറ്റി നടക്കും അവർ, അങ്ങനെയാണ് കുട്ടികൾ. ആ സ്കൂളിന്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഒരു ടാലന്റ് എക്സാമിന്റെ വിജയിച്ച കുറെ കുട്ടികളുടെ ഫോട്ടോയൊക്കെ കാണാൻ പറ്റിയിരുന്നു. അത് എന്തായിരുന്നു? അത് സൂറ ടീച്ചറിന്റെ ഒരു പ്രയത്നം. LSSന്റെ ക്ലാസ്സൊക്കെ എടുത്ത് ആ ടീച്ചറും നല്ലൊരു ഇതാണ് ക്ലാസ്സിന്റെ. കുട്ടികളുടെ ഈ പഠനം ഈ ക്ലാസ് മുറിക്ക് അപ്പുറത്തുള്ള മറ്റ് പഠനങ്ങൾക്കൊക്കെ പോകും. അതിന് സൂറ ടീച്ചർ നല്ല ഇതാണ്. മറ്റേ അധ്യാപകരുണ്ട്, ഇല്ലയെന്നുള്ളതല്ല. ഏറ്റവും ഞങ്ങൾക്ക് സ്കൂളിന് ഈ ഇതൊക്കെ കിട്ടാൻ ഈ സൂറ ടീച്ചറുടെ ശ്രമം കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ. അത്രയും പ്രിയപ്പെട്ട അധ്യാപകർ ഇപ്പോൾ പോയി. അപ്പോൾ കുട്ടികളൊക്കെ എന്തായിരിക്കും കുട്ടികളുടെ മനസ്സും ഭയങ്കര വിഷമമായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കൊടുത്തപ്പോൾ ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വിങ്ങി പൊട്ടുകയാണ്. അവരൊക്കെ ഭയങ്കര വിഷമത്തോട് കൂടിയാണ്. ഇപ്പം വെക്കേഷൻ സമയമാണല്ലോ, അപ്പം ഇനി എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇനിയിപ്പോൾ പിന്നെ ഇവിടുന്ന് ഹൈസ്കൂളിൽ നിന്ന് എന്നോട് ഇപ്പോൾ വിളിച്ചപ്പോൾ അവിടുത്തെ അച്ഛനും അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞ് DDയിൽ അവരെ കണ്ടിട്ട് വേറെ ഉടനെ പോസ്റ്റിങ് ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു PTA ഇടപെട്ടിട്ട് PTA എല്ലാം അറിയാലോ, എല്ലാം അവിടെ അറിയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പിന്നെ അവരൊക്കെ വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാന്ന്. അക്ഷയ, ഇങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ ബാക്കിയായ, നേരത്തെ രാഹുൽ സംസാരിച്ച ആസ്ന ടീച്ചർക്കൊപ്പം സ്കൂളിലെ സ്റ്റാഫായി ബാക്കിയായ രണ്ടാമത്തെ ആളാണ് ഈ ഗോപാലൻ ചേട്ടൻ. അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. പലരും നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ് ആ സ്കൂളിലെ അധ്യാപകർക്ക് കുട്ടികളുമായുള്ള ബന്ധം, നാട്ടുകാരുമായുള്ള ബന്ധം, അതൊരു വെറും ടീച്ചർ വിദ്യാർത്ഥി ബന്ധം മാത്രമല്ല, അവരുടെ എല്ലാ കാര്യങ്ങളിലും. ഗോപാലൻ ചേട്ടനുമാണ് ഇതിൽ യാത്ര പോകാതെ. അദ്ദേഹം 2000 മുതൽ സ്കൂളിലെ പ്യൂണായി പ്രവർത്തിച്ചു വരികയാണ്. മജീദ് മാഷിനോടുള്ള കുട്ടികളുടെ സ്നേഹത്തെ പറ്റിയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര സ്നേഹം, കുട്ടികളായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. കുട്ടികളെ സ്വന്തം മക്കളെ പോലെ തന്നെ കാണുക എന്ന് നമ്മൾ എപ്പോഴും അധ്യാപകരെ പറ്റി പറയും. പക്ഷേ മജീദ് മാഷ് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.